നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളിക്ക് ഒരു മുഖവുര ആവശ്യമില്ലാത്ത ബ്രാൻഡാണ് നെല്ലറ. ഈ നെല്ലറയുടെ വിജയകഥ നെല്ലറയുടെ സാരഥികൾ വിവരിക്കുകയാണ്. മാനായിട്ടുള്ള ബാബുക്കാൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്. അദ്ദേഹം 1984 തുടങ്ങുന്ന ഒരു കേവലൊരു മില്ലാണ്. അന്ന് തുടങ്ങുമ്പോൾ ശരിക്കും അന്നത്തെ ആ ട്രഡീഷണൽ രീതിയിലുള്ള ഫ്ലോർ മില്ല് നമുക്കറിയാം. അവിടെ അന്നത്തെ കാലത്ത് അറബികളൊക്കെ ഈ പ്രൊഡക്ട്സ് അങ്ങനെ പൊടിയല്ല മേടിക്കാറ്. അവർ എല്ലാ സാധനങ്ങളും അവിടെ വന്ന് പർച്ചേസ് ചെയ്ത് റോ ആയിട്ട് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുകി ഉണക്കി വീണ്ടും പൊടിപ്പിക്കാൻ കൊണ്ടുവരുന്ന സംവിധാനമാണ്. അങ്ങനത്തെ ഒരു ഫ്ലോർ മില്ലായിരുന്നു ഞങ്ങളുടെ. അതിനുശേഷം ഒരു റോസ് ഫ്ലോർ എന്നുള്ള ഒരു പേരിൽ കുറച്ച് പാക്കറ്റുകളൊക്കെ ഇറക്കി ഞാൻ വരുമ്പോൾ സത്യത്തിൽ ഞാനടക്കം 4ാമത്തെ സ്റ്റാഫായിട്ടാണ് 1992 വരുന്നത്. അപ്പോൾ അതുവരെയുള്ള കഥ ഇങ്ങനെയാണ്. അതുപോലെ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ സൈക്കിളിലൊക്കെ കൊണ്ടുപോയിട്ടും അതുപോലെ തന്നെ ചെറിയൊരു വണ്ടിയിൽ കൊണ്ടുപോയിട്ടും ഒരുപാട് നേരം ജോലി ചെയ്തിട്ടുള്ള ആ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുമ്പോഴാണ് ഞാൻ വരുന്നത്. 1992 ഞാൻ വരുമ്പോൾ ശരിക്കും അന്നത്തെ ആ ഒരു ചുറ്റുപാട് എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയിൽ ഓരോ സാധനം കൊണ്ടുവന്ന് അപ്പോൾ തന്നെ കടയിൽ കച്ചവടം, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന ചിന്തയായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ മാക്സിമം നമ്മുടെ കടയിലെ കച്ചവടം കൂട്ടുകയും പിന്നീട് എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഒരു വണ്ടി കൂടി ആഡ് ഓൺ ചെയ്തിട്ട് കച്ചവടം കൂടുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് നമ്മളൊരു ബ്രാൻഡിൽ നിന്നപ്പുറം സാധനം മാർക്കറ്റ് ഹോൾസെയിലായിട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനൊരു പേരുണ്ടായിരുന്നു റോസ് ഫ്ലവർ. നമ്മളെന്ന് വെച്ചോളം ആ ഒരു മില്ല് എന്ന കോൺസെപ്റ്റ് ഒരുപാട് അതിന് എന്താ പറയുക കണ്ടിന്യൂവേഷൻ നോക്കുമ്പോൾ അതിനൊരു സസ്റ്റൈബിലിറ്റി ഇല്ല എന്നുള്ള അന്ന് നമുക്കൊക്കെ ചിന്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ആ ഒരു നമ്മുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ നമ്മൾ ജോലിക്ക് വന്നാൽ 8 മണിക്ക് വന്ന രാത്രി ഒരു 12, 1 മണി, 2 മണിയൊക്കെ ആവും ജോലി കഴിഞ്ഞ് പോകും. കാരണം അത്രയും ഓർഡറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ ഹെൽപ്പേഴ്സോ ഒന്നും ഇല്ലാതെ നമ്മൾ തന്നെ എല്ലാം ചെയ്യുകയായിരുന്നു. അപ്പോൾ 4 സ്റ്റാഫ് ഉള്ള ആ ഒരു കമ്പനിയിലെ മൊത്തമുള്ള എല്ലാ പണികളും എല്ലാവരും എടുക്കണം. അപ്പോൾ ഒരാൾ തന്നെ എല്ലാ പണി, ഇപ്പോൾ സെയിൽസ്, ഓർഡർ എടുക്കൽ, പാക്ക് ചെയ്യൽ, ബില്ല് എഴുതൽ, കയറ്റൽ, ലോഡിങ്, അൺലോഡിങ്, അതിൻ്റെ ഇടയ്ക്ക് പൊടിക്കണം, ഇതെല്ലാം കൂടിയുള്ള ഒരു പണിയായിരുന്നു അന്നത്തെ. ജീവിതത്തെ സ്വാധീനിച്ച് പറഞ്ഞാൽ ഞാൻ ഗൾഫ് വരുന്നവരെ ഡിഗ്രി സെക്കൻഡ് ഇയർ വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ തീരെ അധ്വാനിക്കുന്ന ഒരു മൈൻഡല്ലായിരുന്നു. നാട്ടിലെങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് ആവശ്യമുള്ള ചെറിയ പൈസകളൊക്കെ ഉണ്ടാക്കുന്ന പ്രവണത എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മളെ ഞെട്ടിച്ച് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ കടയിൽ വരുമ്പോൾ ചെറിയ എന്തെങ്കിലും പണി നമ്മളതിൽ ക്യാഷിലിരിക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചത്. നമ്മളെ അവിടെ ഏൽപ്പിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അളിയൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ചെറിയ പണി, പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 1 മിനിറ്റ് ഉച്ചയ്ക്ക് പോലും ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്ത രീതിയിലുള്ളൊരു അധ്വാനമായിരുന്നു. അതിൽ ഞാനത് 46-47 കിലോ ഉള്ള നമ്മളെ വെച്ചോളം 60-70 ഏറ്റവും തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തു. അന്നൊക്കെ നമുക്ക് അന്ന് ചെയ്യുമ്പോൾ ഭയങ്കര മടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും തിരിച്ചു പോയാലെന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ നമ്മളെ വെച്ചോളം നാട്ടിൽ പോയാൽ എൻ്റെ ഉപ്പ അത് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാണ് അവിടെ തന്നെ നിൽക്കണമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നു. പക്ഷേ അന്നാ ചെയ്ത ആ വർക്ക് ഇന്ന് നമ്മളൊരു അധ്വാനവും അതുപോലെ തന്നെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ ഒരു ഹാർഡ് വർക്ക് മെൻറ്റാലിറ്റി ഒക്കെ നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു. അത് ശരിക്കും അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നങ്ങനെ ഒരു മടിയനായി പോകുമായിരുന്നു. ഞാൻ വരുമ്പോൾ ശരിക്കും ദുബായിൽ നിന്ന് അബുദാബിക്ക് പോവാം. എൻ്റെ റൂട്ട് ജബലലി ആയിരുന്നു. ജബലലിക്ക് പോകുമ്പോൾ ഒറ്റ റോഡാണ്. നമുക്കിപ്പോൾ അൽക്കൂസിക്ക് തിരിയണമെങ്കിൽ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിക്ക് പോവുക ഇവിടെ നിന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ജബലലിക്ക് പോവുകയാണെങ്കിൽ റൈറ്റിക്ക് പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ പോലെ 5-6 വരികളുള്ള പാര റോഡൊന്നും വന്നിട്ടില്ല. അന്ന് ഇവിടുന്ന് ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറഞ്ഞാൽ വളരെ എംറ്റിയാണ്. അന്നൊരു ടൊയോട്ട ബിൽഡിംഗ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളെ ട്രേഡ് സെൻറ്ററും ഇതല്ലാത്തൊരു ബിൽഡിങ് ഉണ്ടായില്ല അന്നത്തെ കാലത്ത്. അന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു 20-25 വർഷം ശേഷം ഇങ്ങനത്തെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. ഉണ്ടാവും ഡെവലപ്മെൻറ്റ്സ്, പക്ഷേ ഇത്ര ആവും നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു ബ്രാൻഡ് ഇവിടെ ഒരു
മാനുഫാക്ചറിങ് യൂണിറ്റ് അതുവരെ ഇട്ടിട്ടില്ല. അത് പല ബ്രാൻഡുകളും കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഒരു പേര് കണ്ടെത്തണമെന്ന രീതി ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു ശരിക്കും ഇവിടെ മലയാളികൾ ആ സമയത്ത് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഫുഡിന് ഒരു കറക്റ്റായിട്ടുള്ള പേര് വേണം. പലപ്പോഴും പലരും ചോദിക്കാറ് നമ്മുടെ തറവാട്ടിൻ്റെ പേരാണോ? അല്ല, നമ്മളിട്ട പേരെന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു പേരും നെല്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പേരുണ്ടാവണം. അതാണ് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെയെന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഫസിൽ വന്നു. പിന്നെ അവരൊക്കെ പഠിപ്പിലൂടെ വന്ന ആ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. സ്വാഭാവികം നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആ ടച്ചപ്പും അതിൻ്റെ കൂടെ പുതിയ വലിയ ബ്രാൻഡുകൾ എന്ത് ചെയ്യുന്നു എന്ന അറിവുകൾ കുറേ നമ്മൾ എന്ത് ചെയ്തു അഡോപ്റ്റ് ചെയ്യാൻ നോക്കി നമ്മുടെ കമ്പനിയിൽ. അതാണ് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ. നമുക്ക് അറിവില്ലെങ്കിലും മറ്റുള്ള നല്ല കമ്പനികൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടി നമ്മുടെ കമ്പനി ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുള്ളൂ. അതിൻ്റെ കൂടെ പുതിയ തലമുറകൾ നമ്മളൊപ്പം ചേർന്നു. അവരൊക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് മാറുക. ഞാൻ 2005 ഇവിടെ വരുന്നത്. ആ സമയത്ത് അതിനു മുൻപും സ്കൂളിലും കോളേജിലേക്ക് പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. അന്ന് മാമൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ റോസ് ഫ്ലവർ എന്നുള്ള ബ്രാൻഡാണ് കൂടുതൽ ഇവിടെ പിന്നെ നമ്മൾ ചെയ്തിരുന്നത്. 2004 നേരത്തെ മാമൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്ന് പറയുമ്പോൾ കുട്ടനാടൻ നെല്ലറുണ്ട്, അതുപോലെ തന്നെ പാലക്കാടൻ നെല്ലറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കണക്ട് ചെയ്തിട്ടുള്ളൊരു പേര് സ്വാഭാവികമായിട്ടും നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ 2005 അങ്ങനെ അതിൻ്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ വെല്ലുവിളികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിച്ച് പിന്നെ 2008 നമുക്ക് വേൾഡ് എക്കണോമിക് ക്രൈസിസ് വന്നത്. ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് മാർക്കറ്റിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെ എല്ലാവരും ഫേസ് ചെയ്തതുപോലെ തന്നെ നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ച് മുന്നേറാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു സന്തോഷം. അപ്പോൾ 2008 ഈ എക്കണോമിക് ക്രൈസിസ് വന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മുടെ ഈ നെല്ലറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറേ കൂടെ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് സാധിച്ചു. പലർക്കും പല ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കമ്പനികൾ ആ സമയത്ത് ഫുഡ് സ്റ്റെപ്പ് ട്രേഡിംഗ് കമ്പനികൾ തന്നെ ആ സമയത്ത് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാങ്കുകൾ വരെ നമുക്കൊരു അക്കൗണ്ട് പോലും നമുക്ക് മറ്റേ ഫുഡ് സ്റ്റെപ്പ് ട്രേഡിംഗ് കമ്പനികളാണെങ്കിൽ പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും പ്രയാസം അനുഭവപ്പെട്ടൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും കുറേ വർഷങ്ങളുടെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് നമുക്ക് പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ നെല്ലറയോട് കൂടെയുള്ള ഒരുപാട് കമ്പനികളും അതാണ് പിന്നെ ഇപ്പോൾ നിലവിൽ ഉള്ളൊരു കാര്യം. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ RF കമ്പൈൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ കീഴിലേക്ക് ഈ മുഴുവൻ നമ്മളെ നെല്ലറ ഉൾപ്പെടെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നമുക്ക് പിന്നെ നെൽസ് കഫേ ഉണ്ട്, അതുപോലെ നെല്ലറ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ വേറെയും കുറേ ബ്രാൻഡുകൾ നമുക്കുണ്ട്. അതിനെ മുഴുവനും പിന്നെ നമുക്ക് ഇതിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മളെ കമ്പനികളെയും ഒക്കെ മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്തു. അത് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത വലിയൊരു പിന്നെ മാറ്റമാണ്.
സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2017 മുതൽ നമ്മൾ നേരത്തെ നമ്മുടെ സ്പൈസസിനെ പറ്റി നമ്മൾ ഒരുപാട് ഇവിടെ സംസാരിച്ചു. 2017 നമ്മൾ റെഡി ടു കുക്ക് എന്ന് പറയുന്നൊരു പുതിയ ഡിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് ഈ പൊറോട്ട, ചപ്പാത്തി, അതുപോലെ ദോശ ബാറ്റർ, ഇങ്ങനൊരു കുറേ സെഗ്മെൻറ്റാണ് അതിനകത്ത് വരുന്നത്. അതിന് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. UAE നമ്മളൊരു ഫസ്റ്റ് പൊസിഷനിൽ തന്നെ നമ്മളെ കോമ്പറ്റീറ്റർ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അതിന് മറ്റുള്ള GCC കൺട്രീസിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും വളരെ വലിയൊരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു രീതിയിലൊരു എക്സ്പാൻഷനാണ് നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ ബേസ്ഡ് നമ്മളൊരു സ്പൈസസിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മളിപ്പോൾ 2 മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ലോഞ്ച് ചെയ്തു. അതും നമ്മൾ നല്ല രീതിയിൽ GCC കൺട്രീസിൽ കുറേം കൂടെ അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ അതൊരു UAE അല്ലെങ്കിൽ ദുബായിൽ ജനിച്ച ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് ഫാക്ടറി ഉണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരും ഒരു സ്പൈസസിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ കേരള മാർക്കറ്റ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം പല ബ്രാൻഡുകളും നമ്മളായിട്ട് കോമ്പറ്റ് ചെയ്തിരുന്ന ബ്രാൻഡുകളും ഇപ്പോൾ എന്താ പറയുക, വേറെ JVയും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനെ ടേക്ക് ഓവർ ചെയ്തൊക്കെ പോയൊരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് എന്നുള്ള നിലക്ക് നമുക്ക് നല്ലൊരു സാധ്യത കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് വിവിധ സിറ്റികളിലേക്കും കൂടി നമ്മൾ നമ്മുടെ ഒരു പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യാനാണ്. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമുക്ക് നെല്ലറ കുറേയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അത് നമ്മുടെ സ്പൈസസും ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രഷ് ഡിവിഷനും കൂടിയിട്ട് ബാറ്ററും പൊറോട്ട, ഫ്രഷ് പൊറോട്ട ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് നമുക്ക് ബാംഗ്ലൂർ നമ്മളൊരു സ്വന്തമായിട്ടൊരു യൂണിറ്റ് നമ്മളിപ്പോൾ പ്ലാനിങ്ങിലുണ്ട്. അതുപോലെ തന്നെ കേരള മാർക്കറ്റിൻ്റെ സ്പൈസസും ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഷാർജ റോളയിലുള്ള ഒരു വ്യത്യസ്തമായ കഫറ്റീരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കഫറ്റീരിയയിൽ തൊഴിലാളിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഹാഷിർ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന നിധി കണ്ടാൽ ആരുമൊന്ന് ഞെട്ടും. ലോകം മുഴുവനും ഒരിടത്ത് നിറഞ്ഞിരിക്കുന്നത് കാണണമെങ്കിൽ ഷാർജ കോർണിഷിലെ ഈ റോഡരികിലുള്ള കുഞ്ഞു കഫറ്റീരിയയിൽ വന്നാൽ മതി. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ ഈ കഫറ്റീരിയയിലെ തൊഴിലാളിയായ കോഴിക്കോട് സ്വദേശി ഹാഷിറിനെ കുറിച്ച് കൂടി അറിയണം. കഫറ്റീരിയയാണ്. നിന്നു തിരിയാൻ പോലും പലപ്പോഴും സമയം കിട്ടില്ല. മിക്കവാറും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യേണ്ടതായും വരും. ഇങ്ങനെ ജോലി തിരക്കുകൾ ഏറെയുണ്ട്. പക്ഷേ ഈ യുവാവ് തന്റെ ഇഷ്ട ഹോബിക്ക് പിന്നാലെ എത്ര വേണമെങ്കിലും സഞ്ചരിക്കും, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ. അതാണ് ഹാഷിർ. തന്റെ കടയിൽ ഏതൊരു രാജ്യക്കാരൻ വന്നാലും ഹാഷിറിന് ചോദിക്കാനുള്ളത് അവരുടെ നാട്ടിലെ എന്തെങ്കിലും പണം കയ്യിലുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അവർ പറയുന്ന പണം നൽകി ഹാഷിർ അത് സ്വന്തമാക്കും. പലരും ആദ്യം ചോദ്യം കേട്ട് അമ്പരക്കുമെങ്കിലും പിന്നീട് ഹാഷിറിന്റെ ഈ ഇഷ്ടം മനസ്സിലാക്കി മനസ്സു നിറഞ്ഞ് അവരുടെ രാജ്യത്തെ പണം നൽകി പോകും. ഇങ്ങനെ വർഷങ്ങളായുള്ള ഹാഷിറിന്റെ ശേഖരമാണിത്. ഇങ്ങനെ വർഷങ്ങളായി പലയിടത്തു നിന്നും
ഹാഷിർ ശേഖരിച്ചവയാണ് ഇത്. കാണുന്ന ആരെയും അമ്പരപ്പിക്കുന്ന നിധി. ഇത് തന്നെയാണ് എൻ്റെ സമയം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അതായത് ഇങ്ങനെ ഒഴിഞ്ഞ സമയങ്ങളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞാലൊക്കെ പല ആൾക്കാരായിട്ട് ബന്ധപ്പെടും. ഇവിടെ വരുന്ന കസ്റ്റമർ, ഇവിടെ ഫുൾ ഹോട്ടലുകളാണ്. ഇവിടുന്ന് വരുന്ന കസ്റ്റമറുകളൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് അവരോട് ചോദിക്കും, അവരെനിക്ക് അവരെ കറൻസികളിൽ തരും. അതുതന്നെയാണ് എൻ്റെ കളക്ഷനിലേക്ക് കൂടുതലായിട്ടും കിട്ടിയത്. എൻ്റെ കസ്റ്റമർ ഏകദേശം ഈ പുറത്തുള്ള രാജ്യക്കാരാണ്. അവരിവിടെ വരും, അവർ വന്നിട്ട് എന്നോട് ചോദിക്കും. ഇങ്ങനെ എൻ്റെ ക്യാമറ എൻ്റെ ഈ ആൽബത്തിലൊക്കെ കാണിച്ചു കൊടുത്താൽ അവർക്ക് വലിയൊരു സംഭവമായിട്ട് മാറും. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കറൻസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് തരും അവരെ കറൻസി. അങ്ങനെയാണ് കൂടുതലും ഞാൻ ശേഖരിച്ചത്. വാണിമേൽ MUP സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൗതുകത്തിന് വേണ്ടിയാണ് ഹാഷിർ ഇത്തരത്തിൽ കറൻസി ശേഖരണം ആരംഭിച്ചത്. അന്ന് അമ്മാവൻ നൽകിയ 10 ഗൾഫ് നാണയങ്ങളുമായാണ് ഹാഷിർ ഈ രംഗത്തേക്ക് ചുവടുവച്ചത്. 6ാം ക്ലാസ് പഠന സമയത്ത് സ്കൂളിൽ നടന്ന നാണയ പ്രദർശനത്തിലേക്കായിരുന്നു ഹാഷിർ അവ ശേഖരിച്ചത്. പിന്നീട് ഇന്നുവരെ ആ ശീലം കൂടെയുണ്ട്. ജീവിതത്തിൽ ഹാഷിറിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും ഇതുതന്നെയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ഒരു കളക്ഷനാണിത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മാവൻ എനിക്ക് കുറച്ച് കോയിന് തന്നതാണ്. അതിൽ നിന്ന് തുടങ്ങിയ ഒരു കളക്ഷൻ ഇന്നുവരെ നിർത്താതെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ നിലവിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ രാജ്യത്തെ കറൻസികളും എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയിൽ ഗവർണർ ഒപ്പിട്ട ഏകദേശ കറൻസികളും അതും എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഓരോ കൺട്രീസിൻ്റെയും ഈ കൊമോറേറ്റീവായ കോയിൻസുകൾ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഫാൻസി നമ്പറോട് കൂടിയ, അതുപോലെ വെറൈറ്റി, ഓരോ രാജ്യത്തിൻ്റെയും വെറൈറ്റികളായ ഓരോ കറൻസികളുണ്ടാവും. അതൊക്കെ ഞാൻ എൻ്റെ ശേഖരണത്തിൽ വെച്ചു. വെറുതെ കാണുന്ന നോട്ടുകൾ എടുത്തു വെക്കുന്നത് മാത്രമല്ല ഹാഷിറിന്റെ രീതി. കൃത്യമായ വ്യത്യസ്തതകളുള്ള നോട്ടുകളാണ് ഹാഷിറിന്റെ കൈവശമുള്ളവയെല്ലാം. UAE ഒരു കാലത്ത് ഇന്ത്യൻ നോട്ട് വിനിമയത്തിന് ഉപയോഗിച്ചു എന്നതിന് തെളിവായുള്ള 2 രൂപ കറൻസി, പോർച്ചുഗീസുകാർ ഉപയോഗിച്ച അൾട്രാമറീന കറൻസി, 1874 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഉപയോഗിച്ച കറൻസി, പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നായിരുന്ന കാലത്തെ കറൻസി, UAEയും ഖത്തറും ഒരു രാജ്യമായിരുന്ന കാലത്ത് ഉപയോഗിച്ച കറൻസി, അതോടൊപ്പം UAEയും ഇന്ത്യയും ഇറക്കിയ മുഴുവൻ കറൻസി സീരീസുകളും എന്നിവയുൾപ്പെടെ ഹാഷിർ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ UAE ഇറക്കിയ പോളിമർ നോട്ടുകൾ, ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ ചിത്രം ആലേഖനം ചെയ്ത കറൻസികൾ, ഖത്തർ വേൾഡ് കപ്പിന് ഖത്തർ, റഷ്യ, ഫിജി തുടങ്ങിയ രാജ്യങ്ങൾ ഇറക്കിയ കറൻസികൾ, കൊറിയ, സയർ എന്നീ രാജ്യങ്ങളിലെ അൺകട്ട് നോട്ടുകൾ, നിർമ്മാണത്തിൽ അപാകത സംഭവിച്ച ഇന്ത്യയുടെ 1 രൂപ കോയിനുകൾ, 786 അവസാനിക്കുന്ന നമ്പറുള്ള ഇന്ത്യൻ കറൻസികൾ, ഇന്ത്യയിലിറങ്ങിയ ഏകദേശം മുഴുവൻ നോട്ടുകളും കറൻസികളും ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി ഹാഷിർ തന്റെ ശേഖരത്തിൽ എത്തിച്ചിട്ടുണ്ട്. നിലവിലുള്ള രാജ്യങ്ങൾക്ക് പുറമെ പേരുമാറിയ രാജ്യങ്ങൾ, ലയിച്ച രാജ്യങ്ങൾ, ഇല്ലാതായ രാജ്യങ്ങൾ, ലോക നേതാക്കളെ ആലേഖനം ചെയ്ത കറൻസികളും നാണയങ്ങളും തുടങ്ങി വ്യത്യസ്തങ്ങളായ 5000-ൽ പരം കറൻസികളും നാണയങ്ങളുമാണ് ഹാഷിറിന്റെ ഈ ഭീമൻ ശേഖരത്തിലുള്ളത്. മുമ്പ്, അതായത് സോവിയറ്റ് യൂണിയൻ, പഴയ റഷ്യയുടെ പഴയ വലിയ നോട്ടുണ്ട്. അവരെ തന്നെ സ്റ്റാമ്പ് കറൻസി എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് സൈസിലുള്ള ഒരു കറൻസി ഉണ്ട്. അതുപോലെ ദുബായ്, ഖത്തർ ഒരുമിച്ചുണ്ടായിരുന്നൊരു നോട്ടുണ്ടായിരുന്നു. മസ്കത്ത്, ഒമാൻ ഉപയോഗിച്ചിട്ടുള്ള കറൻസി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒരുമിച്ചിട്ടുണ്ടായിരുന്ന കറൻസി ഉണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാൻ സൗദിക്ക് വേണ്ടിയിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഈ പാകിസ്ഥാൻ ഇറക്കിയ ഒരു കറൻസി ഉണ്ട്. അതെൻ്റെ കയ്യിൽ. ലോകത്ത് ഏറ്റവും സീറോ കൂടിയ കറൻസിയാണ് സിംബാബ്വേയുടെ $100 ട്രില്യൺ. അതെൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ എല്ലാ രാജ്യത്തിൻ്റെയും കോമോറേറ്റീവ് കോയിൻസ്, ഉദാഹരണത്തിന് ഈ ഓസ്ട്രേലിയ പല വർണ്ണങ്ങളിലായിട്ട് ഒരുപാട് കോയിൻ ഇറക്കിയിട്ടുണ്ട്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ ഈ എലിസബത്ത് രാജ്ഞിയുടെ ഫോട്ടോസുള്ള കുറച്ച് കറൻസി ഇറക്കിയിട്ടുണ്ട്. കോയിനാണ്. അതും എൻ്റെ കയ്യിലുണ്ട്.
അതുപോലെ തന്നെ പിന്നെ അമേരിക്കൻ്റെ 50 സംസ്ഥാനമാണ് നിലവിലുള്ളത്. ആ 50 സംസ്ഥാനവും $50 ഇറക്കിയിട്ടുണ്ട്. അത് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവരുടെ പേരിൽ തന്നെ 50 പാർക്കുകളുണ്ട്. ആ പാർക്കിൻ്റെ പേരിൽ ഇറക്കിയ കോയിനുകളും എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഭ്രാന്തമായി മനസ്സിലെ ഈ ആഗ്രഹത്തിന് പുറകെ പോകുന്നത് നിർത്തുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഇല്ല എന്നതാണ് ഹാഷിറിന്റെ ഉത്തരം. ഇതുവരെ കയ്യിൽ ലഭിക്കാത്ത കറൻസികളും നാണയങ്ങളും തേടി ഇനിയും സഞ്ചാരം തുടരാൻ തന്നെയാണ് ഹാഷിറിന്റെ തീരുമാനം. 15 മണിക്കൂർ ഷോപ്പിൽ തന്നെയായിരിക്കും, എങ്ങനെയായാലും അങ്ങനെയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ റൂമിൽ പോകും, കുറച്ച് നേരം ഇതിന് കുറച്ച് സമയം ചിലവഴിക്കും. പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാനുള്ള നല്ല താല്പര്യമുണ്ട്. ഈ കറൻസിയെ പറ്റിയിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഈ കറൻസിയെ പറ്റി പഠിക്കും. അത് തന്നെയാണ് എൻ്റെ ഹോബി. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.